ദൈവമേ ഒന്ന് വീഡിയോ എടുക്കുന്നതാണ്. ഗുരുസ്ഥാനം ഗുരുസ്ഥാനം വീഡിയോ ഒക്കെ പെട്ടെന്ന് എടുക്കുകയാണ്. കാടെല്ലാം പിടിച്ച് നാറ്റാണ്ട് പോടാക്കു ഇരിപ്പേ. ഗുളിക വന്ന ദൈവസ്ഥാനം പ്രത്യേക ഭണ്ഡാരമുണ്ടല്ലോ. ഭണ്ഡാരത്തിന് മഴവെള്ളമുണ്ട. ഭണ്ഡാരം മഴവെള്ളാണ്ട് കാക്കുക. അപ്പുറം നോക്കിയ ദൈവമേ മൊബൈല് ചാടല്ല. ഞാൻ രാവിലെ അറിയില്ലേ. പിന്നെ ഇന്ന കണ്ടീഷനിൽ ആദ്യമായിലാണ് ഭക്ഷണം വെക്കുന്ന സ്ഥലമാണ്. നമ്പൂരി പറഞ്ഞിട്ടായിരിക്കും അത്രയും കല്ല് ഒരു 4 കല്ലം എടുത്ത് വെച്ച് വച്ച് വെച്ചത്. ചൂലെടുത്തിട്ട് അതിൻ്റെ മേലെ തന്നെ വെച്ചു. എന്താ കഥ? അപ്പോൾ നേരം അങ്ങോട്ടും മേലോട്ടൊന്ന് പോയി പ്രധാന ഇതിലോട്ട് പോകും. ഇപ്പുറത്തോട്ട് പോകാം, എന്നാലും കാണട്ടെ. ക്ഷേത്രത്തിൻ്റെ പുതിയ പണി നടക്കുന്നത്. പേരുടെ പൗക്കോടാ അവിടെയെല്ലാം ചളിയാന്നെല്ലാം ചെയ്യും. പോടാ പട്ടി നായ. ഭക്തിൻ്റെ സ്മെല്ല് പഠിക്കുന്നുണ്ട്. പോടാ മുന്നിന്ന് മാറാം. അതാണ് കിണർ. ദൈവേ ഞാൻ വരുന്നുണ്ട്. ഭഗവതി അമ്മ ഇതിപ്പം പുതിയതായിട്ട് വന്ന പവി എടുത്തു വെച്ച ദൈവമായിരിക്കും. അല്ലെ വേറെ ആരെങ്കിലും എടുത്തു വെച്ചിരുന്നൊന്നും എനിക്കറിയില്ല. കല്ല് ആടി വന്നു കാണുന്നുണ്ട്. അത് ആരെങ്കിലും കർമ്മം ചെയ്ത് പുതിയ കൊണ്ടതിനൊന്നും അറിയില്ല. ആദ്യത്തത് ഭഗവതി അമ്മ, മൂത്തത് കുഞ്ഞ്, പിന്നെ കെട്ടിയാടിക്കുന്ന കലശം ദൈവം അല്ലേ? അതെ. മൂന്നാമത് ഇവിടെ ഉണ്ടാകും. വിളക്കുമുണ്ട്. എൻ്റെ കൈക്കൽ പാത്രം, കാര്യം, കർമ്മമെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാകും. അപ്പോൾ ഇത് മുണ്ടാൻ പറമ്പ് ഭഗവതി അമ്മേൻ്റെയാണ്. വാള് ആടെ വെക്കേണ്ട വാളാണെന്ന് തോന്നുന്നു. ആണുങ്ങളൊക്കെയാണ് വാളുണ്ടാവുക. ഇത് പെണ്ണുങ്ങളൊക്കെയാണ് ഉള്ളത്. എന്തായാലും പെണ്ണുങ്ങളൊക്കെ തന്നെയാണ് വാള് വെക്കേണ്ടത്. ഇപ്പോൾ കൊടുക്കേണ്ടത് കോത്തിക്കൊല്ലേ പവീനും പ്രേവനും. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേത്രത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ കലമ്പതൊക്കെ ഇല്ലേ. ക്ഷേത്ര കമ്മ്യൂണിസ്റ്റുകാർ പൊതാച്ചേരിക്കാരെയാണ് ഏറ്റവും കൂടുതൽ കലമ്പ്. അതിലോട്ട് പോകാം. വെക്കണം. അതിലൊരു ദൈവമുണ്ട്, ഭഗവതി അമ്മ. അത്രയും ദൈവങ്ങൾ. ഇത് ഞാനിപ്പം വീഡിയോ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടവും, ഈ ദൈവത്തിൻ്റെ ചുറ്റുവട്ടവും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നിൽ ദൈവാധീനമുള്ളത്. എന്തെങ്കിലും ഇത്തിരിയെങ്കിലും സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത്. അതെന്ന് വെച്ചാൽ ഇവിടെ ബിംബസത്യമുണ്ട്, പക്ഷേ ആളുകളൊന്നും ശരിയില്ല. ഇത് ഞാൻ ഇപ്പോൾ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബ്രോക്കർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗടാകൂടം ഈ കല്യാണ കാര്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗടാകൂടം വരുന്നത്
കർമ്മദ്രോഹികളൊക്കെ ഉണ്ടാവും. അതൊന്നും ഓർക്കറിയില്ല. ഇപ്പോൾ ചങ്ങായിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ചങ്ങായി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ എൻ്റെ ചുറ്റിപ്പറ്റി ആണ് എൻ്റെ ജീവിതം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ബ്രോക്കർ എന്നെ സഹായിക്കണമെന്ന് വിനീതമായും അഭ്യർത്ഥിക്കുന്നു. കയ്യിൽ 5 പൈസ നയാ പൈസയില്ല. അതൊരു ദുഃഖകരമായ കാര്യമാണ്. ഒരു കുടുംബമായിട്ട് വേണോ എന്തെങ്കിലും ഒന്ന് സ്വരൂപപ്പെടുത്തിയെടുക്കുക. കയ്യിൽ നയാ പൈസ ഇല്ലാതെ കൊണ്ട് ഞാൻ വളരെ വളരെ ദുഃഖിതനാണ്, കേൾക്കുന്നു. എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് വിനീതമായും അഭ്യർത്ഥിക്കുന്നു. വെക്കണം. ആ ശരി, വെക്കണോ? ഓക്കെ.